തേർഡ് ഐയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാർത്തകളിലൊന്നാണ് സ്ത്രീകൾ നേരിടുന്ന ഗാർഹിക പീഡനം. എന്താണ് ഗാർഹിക പീഡനം? അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെ? സ്ത്രീകൾക്ക് എവിടെയൊക്കെ പരാതി കൊടുക്കാം? എങ്ങനെ പരാതി കൊടുക്കാം? പുരുഷന് ഈ നിയമത്തിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കും? ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് തേർഡ് ഐ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾക്കായി നമ്മളുടെ നാട്ടിൽ ധാരാളം നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിമിനൽ നടപടിക്രമത്തിലെ 125 വകുപ്പ്. ഈ വകുപ്പ് പ്രകാരമാണ് സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ചെലവിന് ലഭിക്കുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്തെന്നാൽ, ഇപ്പോൾ സ്ത്രീകൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങൾക്കും പുറമേ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് ഉപയോഗിക്കാവുന്ന വകുപ്പുകളാണ്. ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഇത് എല്ലാ തരത്തിലുള്ള കേസിലും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഈ നിയമപ്രകാരം സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സിവിൽ കേസിലോ ക്രിമിനൽ കേസിലോ കുടുംബ കോടതി കേസുകളിലോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മറ്റ് നിയമങ്ങൾ നൽകുന്ന അവകാശങ്ങൾക്ക് പുറമെയാണ് ഈ നിയമങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങൾ. ഇനി ആർക്കൊക്കെയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഈ നിയമം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ നല്ല അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള നിയമമാണ്. ഏതൊരു സ്ത്രീക്കും ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഗാർഹിക ബന്ധത്തിൽ ജീവിക്കുന്ന പുരുഷനെതിരെയാണ് പരാതി നൽകാൻ സാധിക്കുന്നത്. ഇനി എന്താണ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അഥവാ ഗാർഹിക ബന്ധം എന്ന് പറയുന്നത്? ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ബന്ധത്തെയാണ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അഥവാ ഗാർഹിക ബന്ധം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 1. കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ. 2. രക്തബന്ധത്തിലുള്ളവർ. ഉദാഹരണത്തിന് അച്ഛൻ മകൾ, അമ്മ മകൻ, സഹോദരൻ സഹോദരി, പിന്നെ വിധവകളും ഉൾപ്പെടും. 3. മറ്റു ബന്ധങ്ങൾ. ഉദാഹരണത്തിന് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകൾ, കല്യാണം കഴിക്കാതെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ, ദത്തെടുക്കുന്നതോടുകൂടിയുള്ള ബന്ധങ്ങൾ, നിയമവിരുദ്ധ ബന്ധങ്ങൾ, അതായത് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഒരാൾ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീ. നിയമപ്രകാരം ഭാര്യയല്ലെങ്കിലും അവർക്കെല്ലാം ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോഴാണ് ഈ നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് കടന്നു വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഗാർഹിക പീഡനങ്ങൾ? അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ നിയമപ്രകാരം ഏതൊക്കെ സാഹചര്യത്തിൽ പരാതി കൊടുക്കാം? 1. തന്നെ ശാരീരികമായോ മാനസികമായോ ലൈംഗികമായോ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ. 2. സ്ത്രീധനം ആവശ്യപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പീഡനങ്ങളോ. 3. തന്നെ ഉപദ്രവിക്കും അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കും എന്നുള്ള ഭീഷണി. 4. തനിക്കും കുട്ടികൾക്കും ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും പരാതി നൽകാവുന്നതാണ്. അങ്ങനെ സ്ത്രീകൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ നിയമപ്രകാരം പരാതി നൽകാവുന്നതാണ്. പ്രത്യേകം ഓർക്കേണ്ടത്, കുട്ടികളും വേലക്കാരും ഈ നിയമത്തിൻ്റെ പരിരക്ഷയിൽ പെടുന്നവരാണ്. എന്നാൽ പലർക്കുമുള്ള സംശയം, ഈ നിയമപ്രകാരം സ്ത്രീക്കെതിരായി കേസെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ പുതിയ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ട് സ്ത്രീക്കെതിരെ മാത്രമായി കേസെടുക്കാൻ സാധിക്കില്ല. ഒരു പുരുഷനോടൊപ്പം ഒരു സ്ത്രീയെ പ്രതി ചേർത്ത് കേസ് കൊടുക്കുന്നതിൽ തടസ്സമില്ല. വിവാഹ മോചനം നേടിയ ഒരു സ്ത്രീക്ക് തൻ്റെ പഴയ ഭർത്താവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിവാഹമോചനം നേടിയതിനു ശേഷം പുതിയൊരു വിവാഹം കഴിച്ചാൽ തൻ്റെ പഴയ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ സാധിക്കാത്തതാണ്. ഇനി പുതിയ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. ഇനി ഒരു ഗാർഹിക പീഡനമുണ്ടായാൽ സ്ത്രീകൾ എവിടെയാണ് പരാതി നൽകേണ്ടത്? 1. ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ മുമ്പാകെ പരാതി നൽകാം. 2. ഒരു സർവീസ് പ്രൊവൈഡർ മുമ്പാകെ, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി കമ്പനി നിയമപ്രകാരം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ NGOകൾ മുഖേനയോ പരാതി നൽകാവുന്നതാണ്. 3. ഒരു പോലീസ് ഓഫീസർ മുമ്പാകെ പരാതി നൽകാവുന്നതാണ്. അതുപോലെ 4. കോടതി മുമ്പാകെ, അതായത് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പരാതി നൽകാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ കൊടുക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കുള്ള നിവൃത്തി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി വേണം പരാതി കൊടുക്കാൻ. അതിനാൽ എപ്പോഴും ഒരു അഭിഭാഷകൻ മുഖേന പരാതി നൽകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്നാൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പരാതി നൽകേണ്ടി വന്നാൽ അഭിഭാഷകൻ്റെ സഹായമില്ലാതെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പരാതി തയ്യാറാക്കി മേൽപ്പറഞ്ഞ ആളുകൾക്ക് പരാതി നൽകാവുന്നതാണ്. ഇനി ഇതിൽ സ്ത്രീ തന്നെ പരാതി നൽകണമെന്നില്ല കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ പരാതി നൽകുന്നയാൾ തനിക്ക് എവിടെ നിന്ന് വിവരം ലഭിച്ചു,
അതുപോലെ സ്ത്രീയുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും സ്ത്രീയുടെ പേരിൽ പരാതി നൽകാവുന്നതാണ്. ഇനി പരാതി നൽകുന്നതിന് ഒരു ഫോമുണ്ട്. അത് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ലഭ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വെള്ള പേപ്പറിൽ പരാതി എഴുതി നൽകാവുന്നതാണ്. ഇനി നിങ്ങൾ പരാതിയുമായി പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി എടുക്കാതെ നിങ്ങളെ മടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ കോടതിയിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഉത്തരവുകളാണ് കോടതിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് നോക്കാം. 1. നിങ്ങൾക്ക് സംരക്ഷണ ഉത്തരവ് ലഭിക്കും. അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നിങ്ങൾക്ക് പീഡനങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന ഉത്തരവുകൾ ലഭിക്കും. 2. പാർപ്പിട ഉത്തരവ്. അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തുടർന്ന് താമസിച്ചു കൊണ്ടുപോകാനും നിങ്ങളെ ബലമായി അവിടെ നിന്ന് ഒഴിപ്പിക്കാതിരിക്കാനുമുള്ള ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ആരുടെ വീടും ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന വീടായിരിക്കണം എന്ന് മാത്രം. 3. സാമ്പത്തിക നിവൃത്തിക്കുള്ള ഉത്തരവ്. അതായത് ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് തനിക്ക് സ്വന്തമായി വരുമാനമൊന്നുമില്ല എങ്കിൽ ഭർത്താവിൽ നിന്ന് ചെലവിന് ചോദിക്കാനും അത് ലഭിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കുട്ടികൾ നിങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ കുട്ടികൾക്കുള്ള ചെലവിനുള്ള അവകാശവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 4. കുട്ടികളുടെ കസ്റ്റഡിക്കുള്ള ഉത്തരവ്. 5. നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായിട്ടുള്ള ഉത്തരവ്. അതായത് വിവാഹ സമയത്ത് നിങ്ങൾക്ക് സ്വർണവും പണവും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവ് ദുരുപയോഗം ചെയ്തു എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കേസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ വിവാഹശേഷം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടുവെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടും നിങ്ങൾക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഭർത്താവ് ഒരു സ്ഥിരം മദ്യപാനിയാണെങ്കിൽ മദ്യപാനം നിർത്തുന്നതിനായി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതും ഉത്തരവ് വാങ്ങാവുന്നതുമാണ്. എന്നാൽ അതുകൊണ്ട് ഭർത്താവ് നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി പരാതി നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോടതിയോട് ഇടക്കാല ഉത്തരവുകളും ആവശ്യപ്പെടാവുന്നതാണ്. ഉദാഹരണത്തിന് പാർപ്പിടത്തിനുള്ള ഉത്തരവ്, സംരക്ഷണത്തിനുള്ള ഉത്തരവ്, അതുപോലെ തന്നെ ചിലവിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഉത്തരവുകൾ കോടതി സാധാരണഗതിയിൽ എതിർഭാഗത്തിൻ്റെ വാദം കേൾക്കാതെ തന്നെ നൽകാറുള്ളതാണ്. ഇനി ഈ ഉത്തരവുകൾ ലഭിച്ചതിന് ശേഷം ഉത്തരവുകൾ പാലിക്കപ്പെടാതിരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭർത്താവ് അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നയാൾ വീണ്ടും ഉപദ്രവം തുടരുകയാണെങ്കിൽ കോടതിക്കും അല്ലെങ്കിൽ പോലീസിനും അതിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പോലീസിന് വേണമെങ്കിൽ കേസ് എടുക്കാവുന്നതാണ്. അതുകൂടാതെ അതോടൊപ്പം തന്നെ പോലീസിന് 498A എന്ന വകുപ്പ് പ്രകാരവും കേസ് എടുക്കാവുന്നതാണ്. ഇനി കോടതി ഉത്തരവ് ലംഘിച്ചാൽ അത് 1 വർഷം തടവ് ലഭിക്കുന്നതും അതുപോലെ തന്നെ 20,000 രൂപ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ്. ഇനി ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് താൻ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാതെ വരികയോ അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റാതെ വരികയോ ചെയ്താൽ ആ സ്ത്രീക്ക് സർക്കാർ ഷെൽട്ടർ ഹോമുകളിൽ അഭയം നൽകുന്നതാണ്. ഇനി സ്ത്രീകൾക്കായി നിർമ്മിച്ചിട്ടുള്ള ഈ നിയമത്തിൽ പുരുഷന്മാർക്കും ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡറുമായി താമസിക്കുന്ന ഒരു സ്ത്രീയെ താൻ താമസിക്കുന്ന ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുവാനുള്ള ആനുകൂല്യം പുരുഷന് ഈ നിയമത്തിൽ ലഭിക്കുന്നതാണ്. സ്ത്രീ താമസിക്കുന്ന അത്ര തന്നെ സൗകര്യമുള്ള അല്ലെങ്കിൽ തത്തുല്യമായ സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീട് വാടകയ്ക്കോ അല്ലെങ്കിൽ വിലയ്ക്കോ ഭർത്താവ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് മാറ്റി താമസിക്കാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നും ഭർത്താവിന് ലഭിക്കുന്നതാണ്. ഇവിടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ നിയമപ്രകാരം ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ താമസിക്കാനുള്ള അവകാശം മാത്രമാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ലഭിക്കുന്നതല്ല. താമസിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ സ്വത്തിലുള്ള അവകാശവും തമ്മിലുള്ള അന്തരം നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് തടസ്സമില്ലാതെ ജീവിക്കാനുള്ള ഉത്തരവ് മാത്രമാണ്. അതേ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഒരുക്കി തരികയാണെങ്കിൽ നിങ്ങൾ മാറി താമസിക്കാൻ ബാധ്യസ്ഥരുമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള അവകാശം സിവിൽ കേസിലോ കുടുംബ കോടതി കേസിലോ ക്രിമിനൽ കേസിലോ ആനുകൂല്യമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ നിയമപ്രകാരം നിങ്ങൾ ചിലവിനായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ക്രിമിനൽ നടപടിക്രമം 125 വകുപ്പ് പ്രകാരം ഏതെങ്കിലും കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷയിൽ കൃത്യമായി ബോധിപ്പിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെലവും മറ്റു കാര്യങ്ങളും വിശദമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന തുകയേക്കാൾ അധികമായി നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഈ കോടതി നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റ് കോടതി പാസാക്കിയ ഉത്തരവിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന്മേൽ അപ്പീലായി ജില്ലാ കോടതിയെ സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റിവിഷനായി ഹൈക്കോടതിയെ സമീപിക്കാവുന്ന. ഇനി അവിടുന്ന് നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ SLPയുമായി സമീപിക്കാവുന്നതാണ്. ഇനി കേരള സർക്കാർ സ്ത്രീകൾക്ക് പരാതി നൽകുവാനായി ഒരു പുതിയ വാട്സാപ്പ് നമ്പർ ഏപ്രിൽ 2020 മുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഈ നമ്പർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയവും ഇതിൽ പരാതി നൽകാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9400080292. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, വിമൺ ഹെൽപ്പ് ലൈൻ മിത്ര നമ്പർ 181 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാവുന്നതാണ്. അതുപോലെ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ എല്ലാ സ്ത്രീകളായുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെയും നമ്പറുകളും ലഭ്യമാണ്. അതിലൂടെയും നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മറ്റു സംസ്ഥാനത്തിൽ താമസിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ നമ്പറുകളിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇടപെട്ട് ഫലപ്രദമായ രീതിയിൽ പരിഹരിച്ച അനുഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതിന് കൃത്യമായ മറുപടി നൽകുന്നതായിരിക്കും. തേടയുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.